Hello dears, how are you? I think all of you fine. Okay, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? യൂണിറ്റ് 7 ചൈൽഡ് വെൽഫെയർ. അത് നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെ ഇമ്പയർമെൻറ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, അതേപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് ഹിയറി ഇമ്പയർമെൻറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി നമുക്ക് ഡിസബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഡിസബിലിറ്റീസ് ആണ് ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. അതായത് ശാരീരിക വൈകല്യമുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസുകൾ എന്തെല്ലാമാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ എനിവൺ ഓഫ് നെക്ക്, ലെഗ്, വിസ്റ്റ് ആൻഡ് ഫിംഗേഴ്സ് എക്സെട്ര ഫീൽ ഡിഫോംഡ്. കഴുത്ത്, കാല്, അരക്കെട്ട്, വിരലുകൾ തുടങ്ങിയവയിൽ കാണപ്പെടുന്ന വൈകല്യം. നെക്സ്റ്റ് വൺ ഡിഫിക്കൽറ്റി ഇൻ സിറ്റിംഗ്, ഹോൾഡിംഗ് ഒബ്ജക്റ്റ് ആൻഡ് റൈറ്റിംഗ്. അതായത് ഇരിക്കാനും വസ്തുക്കളെ പിടിക്കാനും എഴുതാനൊക്കെ അവർക്ക് എന്തേക്കാരം ബുദ്ധിമുട്ടേക്കാരം. ദ നെക്സ്റ്റ് വൺ കൺസ്റ്റന്റ് പെയിൻ ഇൻ ദ ജോയിൻറ്റ്. സന്ധികളിൽ സ്ഥിരമായിട്ട് വേദന ഉണ്ടാവും. ദ ലാസ്റ്റ് വൺ ഇനോളിറ്ററി ലിംസ് മൂവ്മെൻറ്റ്. അതിന് നിയന്ത്രിതമായിട്ടുള്ള അവയവ ചലനങ്ങൾ. അതായത് അവരുടെ ശരീരം അവർ വിചാരിക്കുമ്പോഴല്ലാതെ എന്ത് ചെയ്യുക, തന്നെ എന്ത് ചെയ്യുക, ചലനങ്ങൾ ഉണ്ടാവുക. അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അവരെ ബോഡി. ഇങ്ങനത്തെ ഇതാണ് എന്ത് കുട്ടികളിൽ കാണപ്പെടുന്ന ഫിസിക്കൽ ഡിസബിലിറ്റീസ് കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസ്. ഈ കുട്ടികളെ ഒരു ടീച്ചർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദേ ഷുഡ് ബി ട്രീറ്റഡ് ആസ് നോർമൽ ചിൽഡ്രൻ ആൻഡ് ട്രെയിൻ ടു ഡു ദെയർ ഓൺ തിങ്. അതായത് അവരെ സാധാരണ കുട്ടികളായി കണക്കാക്കുകയും സ്വന്തം കാര്യങ്ങൾ അവരെ തന്നെ സ്വന്തം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് വൺ, എൻകറേജ് ദം ടു റിയലൈസ് that they have potential in all areas of development except mobility. അതായത് ചലനാത്മക മേഖലയിൽ ഒഴികെ ബാക്കി എല്ലാ വികസന മേഖലയിലും അവർക്ക് എന്തുണ്ട്, കഴിവുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാം. അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പോർട്സ് ഐറ്റംസിൽ, അതായത് അവർക്ക് ഓടാൻ അവർക്ക് എന്ത് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതല്ലാതെ ബാക്കി എല്ലാ മേഖലകളിലും അവർക്ക് എന്തുണ്ട്, കഴിവുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാം. ദ ലാസ്റ്റ് വൺ, if wheelchair or special crutches are to be used, encourage the child and parent to do so. അതായത് വീൽ ചെയറോ അല്ലെങ്കിൽ ഊന്നുവടിയൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, അത് ഉപയോഗിച്ചിട്ട് കുട്ടികളെ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രാപ്തരാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ചിൽഡ്രൻ വിത്ത് മെൻ്റൽ റിട്ടാർഡേഷൻ. അതായത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസുകൾ എന്തെല്ലാമാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ, unable to understand what others are saying. അതായത് എന്താണ്, മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദേ കാൺട്ട് ഫുൾഫിൽ ദെയർ ഓൺ നീഡ്സ്. അവർക്ക് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും എന്തുണ്ടാവില്ല, കഴിയില്ല. മറ്റുള്ളവരെ ഹെൽപ്പ് എപ്പോഴും അവർക്ക് എന്തുണ്ടെങ്കിലും ആവശ്യമുണ്ടാവും. ദെൻ തേർഡ് വൺ, മൂവ്മെൻറ്റ്സ് മാറ്റേഴ്സ് റിക്വയർ മോർ ടൈം ഓർ പ്രാക്ടീസ്. ചലന സംബന്ധമായ വിഷയങ്ങളിൽ അവർക്ക് ടൈമും പരിശീലനമൊക്കെ എന്താണ് അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടേക്ക് മോർ ടൈം ടു അക്വയർ എ സ്കിൽ ഓർ എബിലിറ്റി. എന്തെങ്കിലും കഴിവ് അവർ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് സമയമെടുത്തേ ഉള്ളൂ അവർക്ക് ആ ഒരു കഴിവ് നേടിയെടുക്കാൻ എന്തുണ്ടാവുള്ളൂ, അവർക്ക് കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് സ്പീഡ് ഓർ ഗ്രേറ്റർ സ്കിൽ ഇൻ ആക്ടിവിറ്റീസ് കമ്പയർഡ് ടു പെയർ. സഹപാഠിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു സാധാരണ കുട്ടി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുത്തിട്ട് ആ കുട്ടി എന്ത് ചെയ്യുക, പ്രവർത്തനം ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള സ്റ്റുഡൻസ് ഏതാണ്, കുട്ടി ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികളെ കാണപ്പെടുന്ന സിംറ്റംസ്. ഇനി നമ്മൾ ഈ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? കമ്പാനിയൻഷിപ്പ്, അഫെക്ഷൻ ആൻഡ് കൺസിഡറേഷൻ ഓഫ് ഫ്രണ്ട്സ് ഷുഡ് ബി അവൈലബിൾ ടു ദം. അതായത് അവരുടെ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുടെയും ഒക്കെ ഒരു സ്നേഹവും പരിഗണനയൊക്കെ എന്താണ് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലഭ്യമാക്കി കൊടുക്കണം. ദെൻ സെക്കൻഡ് വൺ, ദർ ഷുഡ് ബി നോ ക്രിറ്റിസിസം ടു റെഡിക്യൂൾ ഫ്രം അതർ ചിൽഡ്രൻ. അതായത് വിമർശനമോ പരിഹാസമോ അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ദെൻ തേർഡ് വൺ, പ്രൊവൈഡ് മാക്സിമം ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിം. അതായത് കായിക പ്രവർത്തനത്തിലും ഗെയിംസിലും അവരൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി അവരെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ മാക്സിമം ഉപയോഗപ്പെടുത്താൻ എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരങ്ങനെ എൻകറേജ് ചെയ്യണം. അവർ കഴിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവരങ്ങനെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ചിൽഡ്രൻ വിത്ത് സ്പീച്ച് ഇമ്പയർമെൻറ്റ്. അതായത് സംസാരിക്കാൻ വൈകല്യമുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംറ്റംസുകൾ എന്തെല്ലാമാണെന്നാണ്. ഫസ്റ്റ് വൺ, വിസിബിൾ ഡിഫക്റ്റ് ഇൻ ദ മൗത്ത്. വായിൽ ദൃശ്യമായിട്ടുള്ള വൈകല്യങ്ങൾ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, അബ്നോർമൽ സ്റ്റോപ്പ് ഇൻ ഡ്യൂറിങ് സ്പീച്ച്. സംസാരത്തിനിടയിൽ അസാധാരണമായിട്ടുള്ള നിർത്തൽ. ദെൻ തേർഡ് വൺ, ഡ്രോപ്പിംഗ് എ ലെറ്റർ ഓർ വേർഡ്സ് വൈൽ സ്പീക്കിംഗ്. സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അക്ഷരമോ അല്ലെങ്കിൽ വാക്കോ അവിടെ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കൽ. നെക്സ്റ്റ് വൺ,
പ്രൊലോങ്ഡ് ഒബ്സ്ട്രക്ഷൻ വിതൗട്ട് ബിലോങ് ഏബിൾ ടു പ്രൊഡ്യൂസ് സൗണ്ട്. ശബ്ദം പുറപ്പെടുപ്പിക്കാൻ കഴിയാതെ ഒരു സംസാരിക്കാൻ എന്ത് ചെയ്യുക, അങ്ങനെ തടസ്സം വന്ന് നിൽക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് സ്പീച്ച് ഇമ്പയർമെൻറ്റിൻ്റെ സിംറ്റംസ്. ഇനി ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ബൈ ഇൻവോൾവിങ് ദം ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ അവർ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ പ്രവർത്തനത്തിലും അവരെ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആത്മവിശ്വാസം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു നോട്ട് ട്രൈ ടു കറക്റ്റ് ചിൽഡ്രൻ ഹു ഹാവ് സ്പീച്ച് പ്രോബ്ലംസ് ലൈക്ക് വീസിങ്, സ്ട്രസ്റ്ററി എക്സെട്ര. റദർ ഷോ ദ റൈറ്റ് വേ ഓഫ് സ്പീക്കിംഗ്. ദാറ്റ് മീൻസ് ടേക്കിംഗ് ടു ചിൽഡ്രൻ ഷുഡ് ബി ഇൻ സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ക്ലിയർ. അതായത് ശ്വാസതടസ്സം, ഇടർച്ച തുടങ്ങിയ സംസാര പ്രശ്നങ്ങളുള്ള കുട്ടികളെ നമ്മൾ അധികമായിട്ട് അവരെ സ്ട്രെസ് ചെയ്യരുത്. കാരണം ആ സ്ട്രെസ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യും, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ വല്ലാതെ അവരെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ് ചെയ്തിട്ട് അവരെ പറയിപ്പിക്കുകയും ചെയ്യരുത്. പകരം നമ്മൾ എന്ത് ചെയ്യുക, ശരിയായ രീതി, സംസാര രീതി എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവരെ നമുക്ക് ശരിക്കും എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കണം എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അവരെ നല്ല സ്ട്രഗിൾ ചെയ്ത് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു നോട്ട് അലോ സച്ച് ചിൽഡ്രൻ ടു ബി ടീസ്ഡ് ബൈ അതർ ചിൽഡ്രൻ. ഇത്തരം കുട്ടികളെ മറ്റുള്ള കുട്ടികൾ കളിയാക്കാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട് അല്ലേ. അത് നമ്മൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ശ്രദ്ധ ചെലുത്തണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഫേസിങ് സോഷ്യൽ ചലഞ്ചസ്. അതായത് സാമൂഹിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ്. അതായത് മാതാപിതാക്കളുടെ കെയറിങ് ഇല്ലാതെ തെരുവിൽ വളരുന്നവർ, അവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പ്രീ സ്കൂൾ ആക്ടിവിറ്റീസ് ഷുഡ് ബി ഗിവൺ ടു ദം അലോങ് വിത്ത് അതേഴ്സ്. പ്രീ സ്കൂൾ പ്രവർത്തനത്തിൽ മറ്റുള്ള കുട്ടികളെപ്പോലെ തന്നെ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ദ നെക്സ്റ്റ് വൺ, ലവ്, അഫെക്ഷൻ ആൻഡ് കൺസിഡറേഷൻ ഓഫ് ഫ്രണ്ട്സ് ഷുഡ് ബി അവൈലബിൾ ടു ദം. അതായത് ഫ്രണ്ട്സിൻ്റെയൊക്കെ എന്ത് ചെയ്യണം, ഒരു ലവ്, കെയറിങ് ഒക്കെ നമ്മൾ പരിഗണനയൊക്കെ അവർക്ക് എന്തുണ്ടാവും, നമ്മൾ ലഭ്യമായി കൊടുക്കണം. നെക്സ്റ്റ് വൺ, ഇഫ് യു ഷോ അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദം ഇറ്റ് വിൽ ലീഡ് ടു ഇമോഷണൽ പ്രോബ്ലം. നിങ്ങൾ അവരോട് ഒരു അനുകൂലമല്ലാത്ത ഒരു മനോഭാവത്തോടെ കാണിക്കുകയാണെങ്കിൽ അത് അവരെന്ത് ചെയ്യും, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യും, നയിക്കും. അത് നമ്മൾ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് റൂമിൽ അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ആ കുട്ടികളെ കെയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അവെയർനെസ് ഓഫ് പാരൻസ്. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫുള്ളി അക്കോമഡേറ്റ് ചിൽഡ്രൻ എബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ. കുട്ടികളുടെ കഴിവും പരിമിതികളും മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രവർത്തനങ്ങൾ കൊടുക്കാൻ. അതിനൊരു ലിമിറ്റേഷൻ നമ്മൾ വെക്കണം. നെക്സ്റ്റ് വൺ, നോട്ട് ലോസ് ദയർ ചൈൽഡ്ഹുഡ്. ഒരിക്കലും നമ്മളവിടെ ചൈൽഡ്ഹുഡ്, ബാല്യകാലം നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. തേർഡ് വൺ, പേരൻസ് ഷുഡ് നെവർ ഹേറ്റ് ദയർ ചൈൽഡ്. ഒരിക്കലും തങ്ങളുടെ കുട്ടിയെ തങ്ങൾ എന്ത് ചെയ്യരുത്, വെറുക്കരുത്. ദ ലാസ്റ്റ് വൺ, പേരൻസ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് ദാറ്റ് എവരി ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ദ യൂണിവേഴ്സ് ടു മേക്ക് എവരി വൺ ദ സെയിം. ഓരോ കുട്ടിയും എന്താണ്, വ്യത്യസ്തരാണ് അല്ലേ. എല്ലാവർക്കും ഒരേപോലെ ആകാൻ കഴിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരേപോലെ ആക്കുക എന്നുള്ളത് എന്താണ്, നമ്മളെ നിയമത്തിന് എന്താണ്, വിരുദ്ധമാണ്. അത് ഓരോ മാതാപിതാക്കളും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എന്ത് അവെയർനെസ് ഓഫ് പാരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ചിൽഡ്രൻ വിത്ത് മെൻ്റൽ റിട്ടാർഡേഷൻ, ചിൽഡ്രൻ വിത്ത് സ്പീച്ച് ഇമ്പയർമെൻറ്റ്, അതേപോലെ ഫേസിങ് സോഷ്യൽ ചലഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ യൂണിറ്റ് 7 ഫിനിഷായി. അപ്പോൾ നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.